BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോക്ക്, കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ. ഗോൾഡ്, ഡയമണ്ട്, ജെം സ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ. ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്, നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ്, ഷക്കീന കോംപ്ലക്സ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടയം തോപ്രാംകുടി റൂട്ടിൽ പുതിയതായി സർവീസ് ആരംഭിച്ച KSRTC ബസിന് UDF വാത്തുക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നെടുങ്കണ്ടം മേഖലയിൽ പര്യടനം നടത്തി. രുചികളുടെ കലവറയായി കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചക്കമേള. വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റ് ലയത്തിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. വാർത്തകൾ വിശദമായി. കോട്ടയം തോപ്രാംകുടി റൂട്ടിൽ പുതിയതായി സർവീസ് ആരംഭിച്ച KSRTC ബസിന് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തോപ്രാംകുടിയിൽ നടത്തിയ സ്വീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കൂടുതൽ മേഖലകളിലേക്ക് KSRTC ബസ് സർവീസുകൾ വ്യാപിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് പുതിയ സർവീസ് ആരംഭിച്ചത്. കോട്ടയത്ത് നിന്നും രാവിലെ 6-ന് പുറപ്പെട്ട് പാലാ, തൊടുപുഴ, ചെറുതോണി, ഉപ്പുതോട് വഴി 10:45-ന് തോപ്രാംകുടിയിൽ എത്തിച്ചേരുകയും തിരികെ ഉച്ചകഴിഞ്ഞ് 1:30-ന് തോപ്രാംകുടിയിൽ നിന്നും ഇതേ റൂട്ടിൽ 5:30-ന് കോട്ടയത്ത് എത്തിച്ചേരുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. UDF വാത്തുക്കുടി മണ്ഡലം ചെയർമാൻ സാജു കാരക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏറെ സന്തോഷമുള്ള ഒരു ദിവസം. പുതിയ KSRTC കോട്ടയത്ത് നിന്നും നമുക്ക് ചെറുതോണി വഴി മുരിക്കാശ്ശേരി കൂടി തോപ്രാംകുടിയിൽ എത്തിച്ചേരുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രയോജനകരമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം, നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച വനിതകൾക്ക് പ്രിയദർശിനി KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ച് അത് നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ഏറെ പ്രയോജനകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ KSRTC ഈ നിലവിൽ കോട്ടയത്ത് നിന്ന് തോപ്രാംകുടിയിലേക്ക് ഈ പുതിയ സർവീസ് നമുക്ക് അനുവദിക്കപ്പെട്ടപ്പോൾ ഈ മേഖലയിലുള്ള ഈ റൂട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും പ്രയോജനം കിട്ടത്തക്ക വിധത്തിൽ ഇതിൻ്റെ പ്രവർത്തനം മുൻപോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. റെജിമോൾ റെജി, ഐപ്പ് അറുകാക്കൽ, ബേബി മറ്റപ്പള്ളി, ജോബി വയലിൽ, സാബു പള്ളിത്താഴെ,
റോബിൻ കളപ്പുര തുടങ്ങിയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിക്കുടി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നെടുങ്കണ്ടം മേഖലയിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് സ്വീകരണവും നൽകി. നിരവധി UDF നേതാക്കൾ നേതൃത്വം നൽകി. കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് ഉടുമ്പൻചോല മണ്ഡലം ഇടതുപാളയത്തിൽ നിന്നും UDF തിരിച്ചുപിടിച്ചത്. സംസ്ഥാനത്തുടനീളം UDF മികച്ച നേട്ടം കൈവരിച്ചപ്പോൾ ഉടുമ്പൻചോലയിലെ വോട്ടർമാരും UDF-നൊപ്പം നിന്നു. മുന്നണിക്ക് നൽകിയ മിന്നും വിജയത്തിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയാണ് MLA സേനാപതി വേണു മണ്ഡലത്തിൽ ഓരോ മേഖലയിലും പര്യടനം നടത്തിയത്. നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം, വണ്ടൻമേട്, ഇരട്ടയാർ പഞ്ചായത്തുകളിൽ 3 ദിവസങ്ങളിലായാണ് പര്യടനം നടന്നത്. സ്വീകരണ യോഗങ്ങളിൽ നന്ദി അർപ്പിച്ച് MLA സംസാരിച്ചു. കാരണം അത്ര വലിയ ഭൂരിപക്ഷമാണ് UDF-ന് ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയത്. അത് എനിക്ക് മാത്രമുള്ള അംഗീകാരമല്ല. പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 2800 വോട്ടുകളുടെ ഭൂരിപക്ഷവും അതൊക്കെ സ്വപ്നതുല്യമായ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷമാണ് നിങ്ങൾ എനിക്ക് നൽകിയിരിക്കുന്നത്. ഒരു MLA എന്ന നിലയിലുള്ള എന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനുള്ള സമയമൊന്നുമായിട്ടില്ല എന്ന് എനിക്കറിയാം. വിവിധ യോഗങ്ങളിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ, ബെന്നി തുണ്ടത്തിൽ, CS യശോധരൻ, G മുരളീധരൻ, മിനി ടോമി, റൂബി ജോസഫ്, VC അനിൽ, ടോമി തോട്ടുംപുറം, ടോമി കരിയിലക്കുളം, ഷൈജ സണ്ണി, ആരിഫ അയൂബ്, മിനി മനോജ്, KR രാമചന്ദ്രൻ, റെജി ആശാരിക്കണ്ടം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. രുചികളുടെ കലവറയെ കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചക്കമേള കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. മാനേജർ ലാൽ വർഗീസ്, ഹെഡ്മിസ്റ്റർ ബിന്ദു വർഗീസ്, സീനിയർ അധ്യാപകർ തുടങ്ങിയ നേതൃത്വം നൽകി. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചക്കമേള സംഘടിപ്പിച്ചു. കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ നമുക്ക് സുലഭമായി ലഭിക്കുന്ന ചക്കയ്ക്ക് അർഹിക്കുന്ന മൂല്യമോ പരിഗണനയോ മലയാളി നൽകുന്നില്ലെന്ന തിരിച്ചറിവിൽ ചക്ക വിഭവ വൈവിധ്യം പുതുതലമുറയെ ബോധ്യപ്പെടുത്തുകയാണ് മേളയുടെ ലക്ഷ്യം. ചക്കച്ചുളയും ചക്കക്കുരുവും മാത്രമല്ല, ചക്കച്ചവണി, പാട, കൂഞ്ഞിൽ, മടൽ എന്നിവ കൊണ്ടും സ്വാദിഷ്ടവും ആരോഗ്യകരവുമായ 120-ൽ പരം വിഭവങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു. അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ ഫെസ്റ്റിവലിലൂടെ സംഘടിപ്പിക്കപ്പെട്ടത്. വൈവിധ്യമാർന്ന 100ഓളം വിഭവങ്ങളാണ് ചക്ക കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയൊരു സവിശേഷതയായി ഈ ഫെസ്റ്റിവലിനെ കാണാൻ കഴിയും. ചക്കമുള്ള ഉണക്കി ഉണ്ടാക്കിയ ദാഹശമനി കൗതുകമായി. ചക്ക ബർഫി, ചക്കപ്പഴ സലാഡ്, ചക്കക്കുരു അവലോസുപൊടി, ചക്കക്കുരു പിടി, ചക്ക ബോളി, ചക്ക പായസം, ചക്ക ബോണ്ട, ചക്ക ബജി, ചക്കക്കുരു ഉണ്ട, ചക്ക ഹൽവ, ചക്കക്കുരു ഉപ്പുമാവ് എന്നീ വിഭവങ്ങൾ കുട്ടികളെ വിസ്മയിപ്പിച്ചു. 22 വിഭവങ്ങൾ കൊണ്ടുവന്ന ഹരിശങ്കർ, പാചകത്തിൽ സഹായിച്ച അമ്മ ശ്രീലേഖ കിഷോർ, 11 വിഭവങ്ങൾ കൊണ്ടുവന്ന ബിയ എൽസ ബിജു, പാചകത്തിൽ സഹായിച്ച പിതാവ് ബിജു ചാക്കോ എന്നിവരെ മേളയിൽ ആദരിച്ചു. 5-ൽ കൂടുതൽ വിഭവങ്ങൾ കൊണ്ടുവന്നവർക്കെല്ലാം സമ്മാനം നൽകി പ്രോത്സാഹിപ്പിച്ചു. പ്ലാവിനങ്ങൾ, ചക്ക മഹാത്മ്യം, ചക്കയുമായി ബന്ധപ്പെട്ട രചനകൾ, സ്ഥലനാമം, പഴഞ്ചൊല്ല്, കടംകഥ, ക്വിസ്, പാട്ട്, പോസ്റ്റർ എന്നിവയുടെ പ്രദർശനം വിജ്ഞാനപ്രദമായി. മാനേജർ ലാൽ വർഗീസ്, ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, സീനിയർ അധ്യാപകരായ ബിന്ദു MB, ജോമി ജോർജ്, സീഡ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റ് ലയത്തിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. ലയത്തിന് സമീപം വ്യത്യസ്തമായി ചെടി നിൽക്കുന്നത് കണ്ട മുൻ പഞ്ചായത്ത് മെമ്പർ K മാരിയപ്പൻ ചെടിയുടെ ഫോട്ടോ ഗൂഗിളിൽ പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് എന്ന് ബോധ്യപ്പെട്ടത്. വണ്ടിപ്പെരിയാർ വാളാടിയിലെ ഹാരിസൺ മലയാളം വക എസ്റ്റേറ്റ് ലയത്തിന് സമീപത്തായാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ലയത്തിന് സമീപം വ്യത്യസ്തമായി ചെടി നിൽക്കുന്നത് കണ്ട മുൻ പഞ്ചായത്ത് മെമ്പർ K മാരിയപ്പൻ ചെടിയുടെ ഫോട്ടോ ഗൂഗിളിൽ പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവാണെന്ന് ബോധ്യപ്പെട്ടത്. ഇത് വളരെ മനോഹരമായിട്ട് കണ്ടിരുന്ന സ്ഥലമാണ്. നമ്മൾ ജനപ്രതിനിധിയായിട്ടുള്ള സ്വയം സാറിനറിയാം. നമുക്ക് ഗ്രീൻ പെരിയാറായിട്ട് വളരെ ഗ്രീനായിട്ട് ഒരു പച്ചപ്പുള്ളൊരു മേഖലയായിട്ട് തന്നെ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ഈ തൂഫാന്റെ ഇത് വന്നതുകൊണ്ട് വളരെ അധികം സാമൂഹിക പ്രതിമാർ ഈ മരത്തിൻ്റെ അടിയിൽ നിൽക്കുകയും പുക വിളിക്കുകയും ഇങ്ങനെയൊക്കെ ശീലമുള്ളവരൊക്കെ വന്നിരിക്കുന്നതാണ്. പെട്ടെന്ന് നമ്മൾ ഈ സ്ഥലം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് ചെടി ഒരു സംശയത്തിൻ്റെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ ഇമേജ് നമ്മൾ ഒരു കൺഫർമേഷൻ ചെയ്ത് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാകുന്നു. ഞാൻ CI വിളിച്ചപ്പോൾ തന്നെ ഡിഗ്രാറ്റിലെ CIയുടെ കൊണ്ട് കാണിച്ച് SI ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഫോട്ടോ നോക്കിയപ്പോൾ തന്നെ അത് ശരിയായെന്നുള്ള രീതിയിൽ സ്ഥിരീകരിച്ചു. ഗൂഗിളിൽ പരിശോധിച്ച് കഞ്ചാവ് ചെടിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. സബ് ഇൻസ്പെക്ടർ ശ്രീലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധിച്ച് കഞ്ചാവ് ചെടി പിഴുതെടുത്തു. 70 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് വളർന്നു നിന്നിരുന്നത്. ഇവിടെ ഇനിയും മറ്റ് കഞ്ചാവ് ചെടികൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കരിമ്പൻ ഗവൺമെന്റ് LP സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി തകരാറിലായിട്ടും
ചുറ്റുമതിലിന്റെ നിർമ്മാണം നടത്തുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താതെ ചുറ്റുമതിൽ നിർമ്മിച്ചാൽ കെട്ടിന് മുകളിൽ വീണ്ടും വലിയ ഭാരം വരികയും ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. 18 വർഷം മുൻപാണ് കരിമൺ ഗവൺമെന്റ് LP സ്കൂളിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. പിന്നീട് വന്ന വർഷങ്ങളിൽ സംരക്ഷണ ഭിത്തിയുടെ കൽക്കെട്ട് തകരാറിലായപ്പോൾ ഈ കെട്ടിനെ ബലപ്പെടുത്താൻ ഇതിനോട് ചേർത്ത് ബെൽറ്റ് ഇല്ലാതെ കല്ലുകൊണ്ട് ഭിത്തി നിർമ്മിച്ചിരുന്നു. കാലക്രമേണ ചേർത്ത് കെട്ടിയിരുന്ന കൽഭിത്തിയും തകരാറിലായി. ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഈ സംരക്ഷണ ഭിത്തിയിലാണ് ഇപ്പോൾ ചുറ്റുമതിലിന്റെ നിർമ്മാണവും നടത്തുന്നത്. സംരക്ഷണ ഭിത്തിയുടെ കൽക്കെട്ടുകൾ പുറത്തേക്ക് തള്ളി വരുമ്പോൾ JCB ഉപയോഗിച്ച് അകത്തേക്ക് തള്ളിവെച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന പണികളാണ് അധികൃതർ നടത്തുന്നതെന്നും ഇതിനു മുകളിൽ ഇനിയും നിർമ്മാണം നടത്തിയാൽ വൻ അപകട സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ആ ബെൽറ്റ് വാർത്ത് കെട്ട് അത് തള്ളിപ്പോയി കഴിഞ്ഞപ്പോൾ അതിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരൊന്ന് എൻ്റെ അതിര് ചേർത്ത് ഈ താഴെ മുതൽ മേളിൽ വരെ കെട്ടിയിരിക്കുക. ഇതിന് ബെൽറ്റൊന്നുമില്ല. അപ്പോൾ ഇതിനടിയിലത്തെ കല്ല് ഒരു കല്ല് എപ്പോൾ പോയാലും ബാക്കിയെല്ലാം പോകാവുന്ന പോലെയാണ് ഇപ്പോൾ ഈ കെട്ടി നിൽക്കുന്നത്. ഇതിങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്കൂളിൻ്റെ ചുറ്റുമതിലിന് വേണ്ടിയിട്ട് ഇവരതിന് മേളിൽ, അതായത് അടിയിൽ ഇത്രയും വേണ്ടൊരു 17 അടി പൊക്കമുണ്ട്. 17 അടി പൊക്കത്തിൻ്റെ ടോപ്പിൽ ഇവരൊരു 2 കമ്പി ഇട്ടിട്ട് ബെൽറ്റ് കൊടുത്തിരിക്കുക. ബെൽറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഈ സൈഡിലൊരു 12 അടി മണ്ണുണ്ട്. 12 അടി മണ്ണിൻ്റെ പുറത്താണ് ഈ ബെൽറ്റ് മേള് വാർത്തിട്ട് അതിൽ റിട്ടേണിംഗ് വാളോട് വാർത്തിരിക്കുക. ഇതിൻ്റെ മേളിലോട്ട് വീണ്ടും ബെൽറ്റ് വാർത്ത് പണിത് കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം കൂടെ കയറുമ്പോൾ ഇപ്പോൾ തന്നെ ഇത് മുഴച്ചാൽ നിൽക്കുന്ന ഒരടിയോളം കെട്ടിന് വെളിയിലോട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുക. ഈ സാധനം പുറത്തോട്ട് റോട്ടിലോട്ട് ഇപ്പോൾ ഇത് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന കുട്ടികളൊക്കെ ഒരു പക്ഷേ നിൽക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വരെ ഭയങ്കരമായിട്ടുള്ള അപകട ഭീഷണി ഉണ്ടാവും. PWD എഞ്ചിനീയർ സംരക്ഷണ ഭിത്തിക്ക് ബലക്ഷയമില്ലെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ തടസ്സമില്ല എന്നുമാണ് അറിയിച്ചതെന്നും ചുറ്റുമതിൽ നിർമ്മാണത്തിനായി വളരെ ബുദ്ധിമുട്ടി അനുവദിച്ച ഫണ്ട് ഇല്ലാതാക്കാൻ നാട്ടുകാരിൽ ചിലർ ശ്രമിക്കുന്നതാണെന്നുമാണ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറയുന്നത്. എങ്കിലും കൺമുൻപിൽ സത്യം തുറന്നു തന്നെ ഇരിക്കുമ്പോൾ ഒരു ദുരന്തമുണ്ടായതിനു ശേഷം പരസ്പരം പഴിചാരുന്ന അവസ്ഥ ഉണ്ടാകാതെ ബന്ധപ്പെട്ട ഉന്നത അധികാരികൾക്ക് പരാതി നൽകുമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ജസ്റ്റിസ് KT തോമസ് ബില്ല് നടപ്പാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിന് മുന്നോടിയായി ബിസിനസ് ഓണേഴ്സ് സർവീസ് സൊസൈറ്റി ട്രസ്റ്റ് ഭാരവാഹികൾ റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസുമായി കൂടിക്കാഴ്ച നടത്തി. ഹോം നഴ്സിംഗ് മേഖലയുടെ സമൂല പരിവർത്തനം ലക്ഷ്യമിട്ട് മുൻപ് റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ് തയ്യാറാക്കിയ ബില്ല് കാലാനുസൃതമായ മാറ്റങ്ങളോടെ എത്രയും വേഗം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിന് മുന്നോടിയായാണ് ഈ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത്. കേരളത്തിലെ ഹോം നഴ്സിംഗ് ഉൾപ്പെടെയുള്ള സർവീസ് മേഖലകളെ സംഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ് ഓണേഴ്സ് സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ പത്മവിഭൂഷൺ ജേതാവും റിട്ടയർഡ് ജസ്റ്റിസുമായ KT തോമസുമായി കൂടിക്കാഴ്ച നടത്തി. ഹോം നഴ്സിംഗ് മേഖലയുടെ സമൂല പരിവർത്തനം ലക്ഷ്യമിട്ട് മുൻപ് റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ് തയ്യാറാക്കിയ ബില്ല് കാലാനുസൃതമായ മാറ്റങ്ങളോടെ എത്രയും വേഗം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിന്റെ മുന്നോടിയായാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത്. രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിലൊന്നായ പത്മവിഭൂഷൺ ലഭിച്ച ജസ്റ്റിസ് KT തോമസിനെ ബോസ് ട്രസ്റ്റ് ഭാരവാഹികൾ ആദരിക്കുകയും ചെയ്തു. ഈ ബില്ല് നിയമമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടണമെന്ന് ബോസ് ട്രസ്റ്റ് ഭാരവാഹികളോട് ജസ്റ്റിസ് KT തോമസ് നിർദ്ദേശിച്ചു. ഇതിനായി മുഖ്യമന്ത്രി, നിയമമന്ത്രി, വയോജന വകുപ്പ് മന്ത്രി എന്നിവരുമായി നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തുവാനും അദ്ദേഹം ഭാരവാഹികളോട് പറഞ്ഞു. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി കേരളത്തിലെ പുതിയ സർക്കാർ പ്രത്യേകമായി വയോജന വകുപ്പ് രൂപീകരിച്ചത് ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതുറക്കുമെന്ന് ബോസ് ട്രസ്റ്റ് ഭാരവാഹികൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. വയോജന വകുപ്പ് യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുത്ത മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും ഭാരവാഹികൾ ചടങ്ങിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഈ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നൽകിയതായും ഉടൻ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് മന്ത്രിമാരെ കൂടി കണ്ട് നിവേദനം നൽകുമെന്നും ബോസ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ജസ്റ്റിസ് KT തോമസിന്റെ വസതിയിൽ നടന്ന ചർച്ചയിൽ ബോസ് ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ KC ജോൺ, ജനറൽ സെക്രട്ടറി സലേഷ് കുമാർ, ട്രഷറർ സൗമ്യ സലാം, വൈസ് ചെയർമാൻ സജീവൻ OS, കൺവീനർ ഗീതു CV, ജോയിന്റ് സെക്രട്ടറി KM രാജു, മേഖലാ കോർഡിനേറ്റർ മണിമേഖല എന്നിവർ പങ്കെടുത്തു. കുമളി ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്തൃ ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല ഉദ്ഘാടനം നിർവഹിച്ചു. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ ഭവന പദ്ധതിയുടെ പുതിയ സർവേ പ്രകാരം ജനറൽ വിഭാഗത്തിൽ 227, SC വിഭാഗത്തിൽ 60, ST വിഭാഗത്തിൽ 31 ഗുണഭോക്താക്കളാണ് ഉള്ളത്. ഇതിന്റെ കരട് ലിസ്റ്റ് അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് കുമളി ഗ്രാമപഞ്ചായത്തിൽ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി പ്രത്യേക ഗ്രാമസഭ നടത്തിയത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല ഉദ്ഘാടനം നിർവഹിച്ചു. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ ആൻസി ജെയിംസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷെമീന KB,
വനിതാ മുരുകൻ, കുമളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെയ്ദ് ഷക്കീല, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ റോബിൻ കാരക്കാട്ട്, പ്രസാദ് മാണി, ശൈലജ ഹൈദ്രോസ്, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഗ്രാമസഭാ യോഗത്തിന് 17-ാം വാർഡ് മെമ്പർ സന്തോഷ് ഉമ്മൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി MLA റോയി കെ പൗലോസ് നടപ്പിലാക്കുന്ന സ്മാർട്ട് ഇടുക്കി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും എക്സലൻസ് അവാർഡ് നൽകി അനുമോദിക്കുന്നു. ശനിയാഴ്ച 2 മണിക്ക് വെള്ളയാങ്കുടി സെന്റ് ജെറോം സ്കൂളിൽ വെച്ച് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുഖ്യാതിഥിയായിരിക്കും. ഇടുക്കി നിയോജകമണ്ഡലത്തിലെ MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ള സ്മാർട്ട് ഇടുക്കി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ആദ്യമായി തുടക്കം കുറിക്കുന്ന നിയോജകമണ്ഡലത്തിലെ SSLC +2 വിഷയങ്ങളിൽ +2 കോഴ്സുകളിൽ ഫുൾ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന മെറിറ്റ് അവാർഡ് ചടങ്ങ് മറ്റന്നാൾ 11-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹൈസ്കൂളിൻ്റെ അങ്കണത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബഹുമാന്യനായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോണാണ് ഈ അവാർഡ് ദാന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പരിപാടി മാത്രമായിട്ടല്ല, അതോടൊപ്പം തന്നെ എല്ലാ 100% വിജയം നേടിയ സ്കൂളുകളെയും ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. ഇടുക്കി നിയോജകമണ്ഡലത്തിൽ 31 സ്കൂളുകൾ 100% വിജയം നേടിയ സ്കൂളുകളുണ്ട്. അവരെയും ഈ ചടങ്ങിൽ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ സ്മാർട്ട് ഇടുക്കി വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ള നിലയിൽ മറ്റ് നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ സംരംഭം എന്നുള്ള നിലയിലാണ് ഈ കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷത്തിൽ SSLC +2 കോഴ്സുകൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികളെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ ആളുകളെയും ഇത് അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും MLAയുടെ അറിയിപ്പ് എന്നുള്ള നിലയിൽ ഇതിന് അർഹരായിട്ടുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേരണം എന്ന ഒരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ അവസരത്തിൽ നടത്തുകയാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമുട്ടിൽ സിൽക്സ്. ഗവൺമെന്റ് ജോലിയോ വിദേശത്ത് മികച്ച കരിയറോ സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശരിയായ വഴി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അബ്രോഡ് സ്റ്റഡീസ്. ഒരേ സ്ഥലത്ത് പഠിക്കാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, PSC കോച്ചിംഗ്, ജർമ്മൻ ലാംഗ്വേജ്, സ്പോക്കൺ ഇംഗ്ലീഷ്, 4 കോഴ്സുകൾ ഒരു കോഴ്സിന്റെ ഫീസിൽ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനവും കരിയർ ഗൈഡൻസും ഉൾപ്പെട്ട ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ ചുവട് ഇന്ന് തന്നെ തുടങ്ങും. Your dream, our mission. Build your future with us. DM now. Online and offline classes available. Global Institute of Abroad Studies, near Head Post Office, Shakina Complex, Todupuzha. അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിന് കൂടുതൽ തിളക്കമാർന്ന തുടക്കമായിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച തൊടുപുഴ ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്റ്റോൺ തുടങ്ങിയ മനോഹരമായ ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡെയിലി വെയർ ആഭരണങ്ങളുടെ ആകർഷകമായ കളക്ഷനോടൊപ്പം മനോഹരമായ ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകളും. അനുഭവിച്ചറിയൂ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭൂതി. കൂടുതൽ ഡിസൈനുകൾ, കൂടുതൽ ചോയ്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ ബൈപാസ് റോഡ്, തൊടുപുഴ. ഫോൺ 04862222916. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം.
ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, ബിടെക് കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി, തൊടുപുഴ. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജ് ഏട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. തൊടുപുഴ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം താറുമാറായി. കുത്തഴിഞ്ഞ പുസ്തകം പോലെയായി. കാഷ്വാലിറ്റി വെന്റിലേറ്ററിൽ മനുഷ്യജീവന് പുല്ലുവിലയാണ് നൽകുന്നത്. ചികിത്സ നടക്കുന്നില്ല. ജീവനക്കാർ കുറവ്. ഉള്ളവർക്ക് അധിക ജോലി. ഡോക്ടർമാർ ഓട്ടത്തിലാണ്. തൊടുപുഴയിൽ ആശുപത്രിയുണ്ട്, അത്യാവശ്യം സൗകര്യങ്ങളുമുണ്ട്. എന്നാൽ ചികിത്സ മാത്രം നടക്കുന്നില്ല. ജീവനക്കാർ കുറവാണെന്നതാണ് കാരണം. ഒരു താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കാൻ വേണ്ട ജീവനക്കാർ പോലും ഇല്ലാതെയാണ് ജില്ലയിൽ ഏറ്റവും അധികം പേർ ആശ്രയിക്കുന്ന തൊടുപുഴ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം. 500-ന് മുകളിൽ രോഗികൾ ദിവസവും എത്തുന്ന ആശുപത്രിയുടെ അത്യാഹിത വിഭാഗം നടത്തണമെങ്കിൽ 8 ഡോക്ടർമാരെങ്കിലും വേണം. എന്നാൽ നിലവിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ തസ്തികയിലുള്ള 4 ഡോക്ടർ തസ്തികകൾ മാത്രമേ ഉള്ളൂ. പോലീസ് സർജന്റെ തസ്തികയോ സ്ഥിര ഫോറൻസിക് സർജനോ ഇല്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ അത്യാഹിത വിഭാഗം ഡോക്ടർമാരും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പോക്സോ ഉൾപ്പെടെയുള്ള കേസുകളിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തുന്നതും ഇവർ കൈകാര്യം ചെയ്യണം. കാഷ്വാലിറ്റി ഡ്യൂട്ടിക്കിടെ ഇതിനായി ഡോക്ടർമാർ പോകുന്നതോടെ രോഗികളുടെ കാത്തിരിപ്പ് കൂടുന്നു. ഇതോടെ ആശുപത്രിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഴ പെയ്തു, കുഴിയായി. തൊടുപുഴ മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡാണ് കുഴികൾ നിറഞ്ഞ് ദുരിതം തീർക്കുന്നത്. യാത്രികർക്ക് മാത്രമല്ല, ബസ് ഉടമകളും ഇതോടെ കഷ്ടത്തിലായിരിക്കുകയാണ്. മഴ പെയ്തതോടെ കുഴിയായി മാറിയിരിക്കുകയാണ് മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡ്. സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്.
ബസ് എത്തുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം തെറിക്കുന്നത് മൂലം ഓടി മാറേണ്ട അവസ്ഥയാണ്. അതുപോലെ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് വളരെ ശോചനീയാവസ്ഥയായിട്ടാണ് കിടക്കുന്നത്. കുറേ കാലമായിട്ട് അങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പണി തീർക്കുക. വണ്ടിയുടെ മെയിൻ്റനൻസുകൾ ദിവസം കൂടി വരുന്നു. ഒരു ദിവസം ഒരു പ്ലേറ്റ് മാറണമെങ്കിൽ അന്നത്തെ ബാലൻസും പോകും. പിറ്റേ ദിവസം ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് 2 ദിവസം പൈസ വേണം ഒന്ന് മാറിയെടുക്കണമെങ്കിൽ. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് അധികാരികളോട് നമുക്ക് പറയാനുള്ളത്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ മാറ്റി വിരിച്ചതിനാൽ തെന്നി വീണ് കൈയൊടിയില്ല എന്നത് മാത്രമാണ് ആശ്വാസം. കുഴിയായതോടെ ബസ് ഉടമകളും ദുരിതം സഹിക്കേണ്ടി വരുന്നു. ഈ കുഴികളിൽ ചാടി ബസ്സുകളുടെ ലീഫ് സ്പ്രിംഗ് ഒടിയുന്ന സാഹചര്യമാണെന്ന് ബസ് ഉടമ പറയുന്നു. മഴ പെയ്താൽ കുഴി ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുതെന്നും പരിഹാരം കാണണമെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരത്തിൽ അതിഥി തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടം രൂക്ഷമാകുന്നു. കള്ളും കഞ്ചാവും കഴിച്ച് നഗരമധ്യത്തിൽ അടിപിടി ഉണ്ടാക്കുന്നത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ അടിപിടി ഉണ്ടാവുകയും കൃത്യസമയത്ത് പോലീസ് എത്തിയതുകൊണ്ട് വലിയ സംഘർഷവും ഒഴിവായി. കരിമണ്ണൂർ പാറത്താഴത്ത് PG ജോർജ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:30 ഭവനത്തിൽ ആരംഭിച്ച് കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ. ഭാര്യ ബ്രിജിത്ത വണ്ടമറ്റം കല്ലുവേലിൽ കുടുംബാംഗം. മക്കൾ റീജ, ജിബിൻ, സ്റ്റെഫി. മരുമക്കൾ സോഫിൻ വട്ടക്കുന്നേൽ കരിമണ്ണൂർ, ടിന വടശ്ശേരിയിൽ പൈങ്ങോട്ടൂർ, വിനു താന്നിക്കൽ പള്ളിക്കത്തോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം തോപ്രാംകുടി റൂട്ടിൽ പുതിയതായി സർവീസ് ആരംഭിച്ച KSRTC ബസിന് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു നെടുങ്കണ്ടം മേഖലയിൽ പര്യടനം നടത്തി. രുചികളുടെ കലവറയായി കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ക്ലബ്ബ് സംഘടിപ്പിച്ച ചക്കമേള. വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റ് ലയത്തിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.